സംസ്ഥാനത്ത് നടക്കുന്ന വ്യാപകമായ സ്ഥലം മാറ്റങ്ങളെ ചൊല്ലി നിയമസഭയിൽ കടുത്ത ഭരണ പ്രതിപക്ഷ പോര്. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റം അഴിമതിക്കും പവർ ബ്രോക്കർമാരുടെ ഇടപെടലുകൾക്കും വഴിയൊരുക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചത്. ആറ്റിങ്ങൽ MLA വി ജോയ് നിയമസഭയിൽ ഉന്നയിച്ച സ്ഥലം മാറ്റ വിവാദത്തെ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സർക്കാർ നൽകിയ മറുപടി അങ്ങേയറ്റം നിർണായകവും വ്യക്തവുമായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് സർക്കാരിന്റെ ദൈനംദിന ഭരണനിർവഹണത്തിന്റെ ഭാഗമായുള്ള ഒരു സാധാരണ നടപടിക്രമം മാത്രമാണെന്നും ഇതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് സഭയിൽ ഊന്നി പറഞ്ഞു. സ്ഥലം മാറ്റങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ തള്ളിക്കളഞ്ഞ മന്ത്രി കാര്യക്ഷമമായ ഭരണനിർവഹണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നതെന്ന് വിശദീകരിച്ചു. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പരാതികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവ സർക്കാർ അതീവ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറാണെന്ന ഉറപ്പും അദ്ദേഹം നൽകി. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം വസ്തുതാപരമായി പ്രസക്തമാണെന്ന് തുറന്നടിച്ച മന്ത്രി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥലം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവകരവും ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അനാവശ്യമായി ഇടപെടുകയും സ്ഥലം മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണപരമായ കാര്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ആഞ്ഞടിച്ചു. ഇത്തരം ഇടപെടലുകൾ സർക്കാരിന്റെ പ്രവർത്തനത്തെ ആകെ അഴിമതിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പല സ്ഥലം മാറ്റങ്ങളും പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് വ്യക്തമായതിനാലാണ് ട്രിബ്യൂണൽ അത്തരം ഉത്തരവുകൾ പലതിനും സ്റ്റേ ഏർപ്പെടുത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വകുപ്പ് മേധാവികളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥലം മാറ്റ ഉത്തരവുകൾ ഇറക്കുന്നതെന്നും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ താൽപര്യക്കാർക്കുമെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ കുടുംബശ്രീയിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് തീർത്തും മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നും സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾ തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ അതീവ ശക്തമായ ഭാഷയിലാണ് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പ്രതിരോധിച്ചത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് സ്ഥലം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുണ്ടായ ദുരനുഭവങ്ങളെ മന്ത്രി സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അക്കാലയളവിൽ വനിതാ ജീവനക്കാർക്കും വിവിധ സർവീസ് സംഘടനകളുടെ നേതാക്കൾക്കും സ്ഥലം മാറ്റങ്ങളിൽ യാതൊരുവിധ പരിഗണനയും ലഭിച്ചിരുന്നില്ലെന്നും സ്ഥലം മാറ്റങ്ങൾ കേവലം പ്രതികാര നടപടികളായി മാറിയിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ നിലവിലെ സർക്കാർ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങളും പിന്തുടരുന്നില്ലെന്നും മറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടുത്ത നീതി നിഷേധം നേരിട്ടവർക്കും അർഹമായ പരിഗണന ലഭിക്കാത്തവർക്കും സ്വാഭാവിക നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സ്ഥലം മാറ്റങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ ഭരണപരമായ കാര്യക്ഷമതയും ജീവനക്കാരുടെ ക്ഷേമവും മുൻനിർത്തി സുതാര്യമായ ഒരു നയം നടപ്പിലാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥലം മാറ്റങ്ങളിലെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണെന്നും അന്യായമായ സ്ഥലം മാറ്റങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാർ നയങ്ങൾ നടപ്പിലാക്കാനും ഭരണകാര്യക്ഷമത ഉറപ്പാക്കാനും സ്ഥലം മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ഈ വിഷയത്തിൽ തുടർന്നും പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.